ഉരുൾപൊട്ടലുണ്ടായ വയനാട് മുണ്ടക്കൈ ചുരമല പ്രദേശത്ത് കനത്ത മഴ. പുന്നപ്പുഴയിൽ ശക്തമായ കുത്തൊഴുക്ക് തുടരുകയാണ്. ഉരുൾപൊട്ടൽ അല്ലെന്ന് ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചു. പ്രദേശത്ത് സർക്കാരിനെതിരെ വലിയ പ്രതിഷേധമുയർന്നു. സുർജിത്ത് അയ്യപ്പത്തുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ ചൂരൽമലയിൽ നിന്ന്. സുർജിത്ത്, വലിയ പ്രതിഷേധമാണല്ലോ അവിടെ ഉണ്ടായത്. നിലവിൽ മഴ സാഹചര്യം എങ്ങനെയാണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ സുർജിത്ത്? ഉന്മേഷ, നിലവിൽ ഇപ്പോൾ മഴ ഇടവിട്ടാണ് പെയ്യുന്നത്. ഇടവിട്ട് പെയ്യുന്നത് വളരെ ശക്തമായ മഴയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ദുരന്ത നിവാരണ വകുപ്പിന്റെ ചുമതലയുള്ള ഓഫീസറും ഒപ്പം തന്നെ തഹസിൽദാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ നിന്നാണ് വരുന്നത്. എന്താണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്? ചർച്ചയിൽ നാട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെ? നാട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യം, ഇവർക്ക് 9,000 രൂപ വെച്ച് കുടുംബത്തിന് വേതനമായി കിട്ടിയിരുന്നു. അത് 1000-ഓളം കുടുംബത്തിന് ആദ്യഘട്ടത്തിൽ കിട്ടി. പിന്നീട് അത് കുറഞ്ഞു വന്നു. കുറഞ്ഞു വന്നത് അവർക്ക് മറ്റും തൊഴിലുണ്ട് എന്നും അവർക്ക് വരുമാനമുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ലിസ്റ്റ് ഡ്രാഫ്റ്റ് ചെയ്തു. ആ ഡ്രാഫ്റ്റിലാണ് ഇവർ ഒഴിവായി പോയത് എന്നും അത് ശരിയല്ല എന്നുള്ളതുമാണ് ആ വാദം. ഇത് അന്നത്തെ മീറ്റിങ്ങിൽ വന്നപ്പോഴും നമ്മളടക്കമുള്ള ആവശ്യപ്പെട്ടൊരു കാര്യം ഇത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ജൂലൈ 30 ഒരു വർഷം. ആ ഒരു വർഷം ഇത് കണ്ടിന്യൂ ചെയ്ത് ഇവരെ വിശ്വാസത്തിലെടുക്കണ്ടേ? ഇപ്പോൾ നമ്മളൊരാൾ ഇതിൽ നിന്ന് ഒഴിവായി പോകുന്നുണ്ടെങ്കിൽ ആ ആളെ വിളിച്ചിരുത്തി അയാളോട് സംസാരിച്ച് അയാൾക്ക് ദുരന്തത്തിന് മുമ്പ് എന്തായിരുന്നു തൊഴിൽ, എന്തായിരുന്നു വരുമാനം, ദുരന്തത്തിന് ശേഷം എന്താണ് തൊഴിൽ, വരുമാനം, അത് നമ്മൾ ഉറപ്പുവരുത്തണം. അത് കൃത്യമായി ഇവരോട് പറഞ്ഞതാണ്. പക്ഷേ ആളുകൾ പറയുന്നത് അത് അങ്ങനെയല്ല ചെയ്തത്, തോന്നിയതുപോലെ ചെയ്തു, ഞങ്ങൾ അർഹതപ്പെട്ടവരാണ് എന്നല്ല. ഇപ്പോൾ റവന്യൂ മന്ത്രിയോടും ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇവിടെ നടന്ന വിഷയങ്ങൾ റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട്. തീരുമാനം സർക്കാർ തലത്തിലാണ് വരേണ്ടത്. ആ സർക്കാർ തലത്തിൽ ഒരു ഗുണപരമായ തീരുമാനം വന്നാൽ ഈ പ്രശ്നം അവസാനിക്കും. പല സ്ഥലങ്ങളും ഇപ്പോൾ നീലിക്കാപ്പ്, കൊഴിഞ്ഞാകുളം, അട്ടമല, അതോടൊപ്പം തന്നെ മാട്ടറക്കുന്ന്, ഒപ്പം റാട്ടപ്പാടി അടക്കമുള്ള ചുറ്റുവട്ടത്തെ പ്രദേശങ്ങളിൽ അവിടെയുള്ള ആളുകളൊക്കെ ഭീതിയിലാണ്. ഇങ്ങനെ മഴ വരുമ്പോൾ ഇവരൊക്കെ എല്ലാ കാലാകാലങ്ങളായിട്ട് ഇനിയിപ്പോൾ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ നടപടി വേണ്ടി വരില്ലേ? ഇതിനകത്ത് അതിനേക്കാൾ അപകടകരമായ 2 പ്രദേശമാണ് പടവട്ടിക്കുന്നും റാട്ടപ്പാടി. പടവട്ടിക്കുന്നും റാട്ടപ്പാടിയും മത്തായി കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ജനവാസ മേഖലയാണ്. ഇന്ന് അവിടെ ജനം ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും വലിയ പ്രയാസം നമുക്കിന്ന് ഉണ്ടാവേണ്ടേ. പക്ഷേ അത്തരം ചില കാര്യങ്ങളിൽ ഒരു സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് അവർ ഒഴിവാക്കരുത്. ദുരന്തത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ദുരന്തമാണ്. അതിനകത്ത് വേറെ ഒരു മാനദണ്ഡവും. അതിനകത്ത് പടവട്ടിക്കുന്നുകാർ ഉൾപ്പെടേണ്ടവരാണ്, റാട്ടപ്പാടിക്കാർ ഉൾപ്പെടേണ്ടതാണ്. ആ ഉൾപ്പെടേണ്ട ആളുകളുടെ ലിസ്റ്റ് സർക്കാരിൻ്റെ കൈവശമുണ്ട്. അതിലൊരു തീരുമാനം സർക്കാർ തരണം. ഇനി മറ്റുള്ള പ്രദേശങ്ങൾ, കൊയിനാക്കുളമോ മാട്ടർക്കുന്നോ അംബേദ്കർ, എല്ലാ പ്രദേശങ്ങളിലും ഇതുപോലെ വെള്ളം കയറുന്ന സ്ഥിരമായി പ്രയാസങ്ങളുണ്ട് ആളുകളെ നമ്മൾ ഏത് രീതിയിലും മാറ്റാം. കാരണം അത് ഒരു ടൗൺഷിപ്പിൻ്റെ ഭാഗമായി തന്നെയെന്നല്ല ഞാൻ പറയുന്നത്. 10 ലക്ഷം രൂപ അവർക്ക് കൊടുത്തിട്ട്, ഇപ്പോൾ ഇവിടെ ആരും പറയാതെ പോകുന്നൊരു പ്രദേശമാണ് കാശ്മീർ ദ്വീപ്. 4 കുടുംബത്തെ എല്ലാ മഴക്കാലത്തും നമ്മൾ മാറ്റേണ്ടതാണ്. അങ്ങനെയുള്ള കുടുംബങ്ങളെ കണ്ടെത്തി മഴക്കാലത്ത് മാറ്റേണ്ട ആളുകളുണ്ടെങ്കിൽ അവരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ടത് ഉത്തരവാദിത്ത സ്റ്റേറ്റിലുണ്ട്. അത് ചെയ്താൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളൊക്കെ തന്നെ നാട്ടുകാർ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇദ്ദേഹം നീലിക്കാപ്പുകാരനാണ് അല്ലേ? നീലിക്കാപ്പ് കൊഴിഞ്ഞാങ്കുളംകാരനാണ്. അവിടെയൊക്കെ ഈ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അവിടെ 2019 ഉരുൾപൊട്ടിയിട്ട് വൻകിടമായ നാശനഷ്ടങ്ങൾ ഉണ്ടായതായിരുന്നു. അതിന് ഞങ്ങളെ ഒരു കുട്ടിയടക്കം ഒലിച്ചു പോയി പിടിച്ചാൽ നാട്ടുകാർ വന്ന് പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഞങ്ങളെ കുട്ടികളിപ്പോൾ ഒരു ഡയാലിസിസ് പേഷ്യൻ്റ് ഉള്ള എനിക്ക് 10-15 കിലോമീറ്റർ ഡയാലിസിസ് ചെയ്തിട്ട് വരണം. അവിടെ താമസയോഗ്യമല്ല. ആനയും കുരങ്ങും മറ്റുള്ള മൃഗങ്ങളുടെ ശല്യം ഭയങ്കരം. പിന്നെ അവിടെ കുറച്ച് റിസോർട്ടുകളുണ്ട്. അതിൻ്റെ അടി കംപ്ലീറ്റ് പോയി കിടക്കണേ 2019. അത് താൽക്കാലിക റിട്ടേൺ ബൾബൊക്കെ വെച്ചിട്ട് ഒപ്പിച്ചാൽ അത് ഏത് സമയത്തും നിലം പൊത്താനുള്ള സാധ്യത. ഈ 8 എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാഗത്താണ്. അത് പൊട്ടി നിൽക്കുന്ന ഒരു ഏരിയയും കൂടിയാണ്. അവിടെയും ഇതേപോലെ ഏത് സമയത്തും എന്തും സംഭവിക്കുന്നുള്ളതാണ്. പിന്നെ ഞങ്ങളെപ്പോലത്തെ ഈ രോഗികളായ ഈ റോഡ് പൊതുവെ മേപ്പാടി വരെ കംപ്ലീറ്റ് ഡേഞ്ചറാണ്. ഒരു രോഗികളായിട്ട് അങ്ങോട്ട് പോകാനോ ഇരിക്കാനോ ഒരു മെഡിക്കലിൻ്റെ സംവിധാനം ഇല്ലാത്തൊരു സ്ഥലമാണ്. എന്തായാലും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ, കാരണം തൊട്ടടുത്തുള്ള പ്രദേശത്തുള്ള ആളുകളൊക്കെ തന്നെ ഈ ഭീതി, ആശങ്ക ഇതെല്ലാം തന്നെ പങ്കുവയ്ക്കുന്ന ഒരവസ്ഥയാണുള്ളത്. നമുക്ക് ആ പുഴയുടെ നീരൊഴുക്ക് അത് ഇടയ്ക്ക് കൂടും, ഇടയ്ക്ക് കുറയും, അതാണ് അവസ്ഥ. നേരത്തെ പൂർണ്ണമായും വെള്ളക്കെട്ടിലായിരുന്ന പ്രദേശമാണ്. വെള്ളക്കെട്ടിൽ ആയ റോഡാണ് ഈ അട്ടമല റോഡും ഒപ്പം തന്നെ ഈ മുണ്ടക്കൈയിലേക്ക് പോകുന്ന ബെയിലിപ്പാലം കഴിഞ്ഞുള്ള ആ ഭാഗവും. പക്ഷേ അവിടെയൊക്കെ ഇപ്പോൾ സാധാരണ നിലയിലേക്ക് വെള്ളം താഴേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. അതായത് പുഴയിലേക്ക് തന്നെ ചുരുങ്ങിയിട്ടുണ്ട്. ഏറ്റവും അധികം വെള്ളം വരുന്നത് 8 നമ്പർ ഭാഗത്തു നിന്നാണ് ഏറ്റവും അധികം വെള്ളം ഇരച്ചെത്തുന്നത് എന്നുള്ളതാണ് മുകളിലേക്ക് പോയ ആളുകൾ, അതായത് മുണ്ടക്കൈ പ്രദേശത്തേക്ക് പോയ ആളുകളെല്ലാം തന്നെ പങ്കുവയ്ക്കുന്നത്. നിലവിലിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം തന്നെ സജീവമായ രീതിയിൽ തന്നെ നടക്കുകയാണ്. ആ ചർച്ചയുടെ ഭാഗമായി അത് ഉരുത്തിരുന്ന ഫോർമുല നടപടി എന്താകും എന്നുള്ളതാണ് ഇവരും
ഉറ്റുനോക്കുന്ന കാര്യം. ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഇവിടെയുണ്ട്, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. അവർ ഇവിടുത്തെ ഈ വാർഡ് മെമ്പറായിട്ടുള്ള സുകുമാരൻ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് നിങ്ങൾ ഉന്നയിക്കുന്ന ഡിമാൻഡ്? എന്താണ് ഇതിനകത്തൊരു പരിഹാര മാർഗം? ഇപ്പോൾ ജനങ്ങളുടെ ആശങ്ക നിങ്ങൾക്ക് മനസ്സിലായി കാണും. അവർ യഥാർത്ഥ ഈ പറഞ്ഞ പോലെ പുഴയിൽ വന്നത് ഉരുൾപൊട്ടലല്ല യഥാർത്ഥ ജനുവായിട്ടൊരു പ്രശ്നം. അവർക്ക് നിത്യവേതനമായ 9,000 കിട്ടണമെന്നവർ ആവശ്യപ്പെടുന്നു. നിങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിട്ട് തുടക്കം മുതൽ ഗവൺമെൻറ് പറഞ്ഞൊരു ഓർഡർ ഉണ്ടായിരുന്നു. തുടക്കം അതായത് ഈ 3 വാർഡുകൾ പൂർണ്ണമായിട്ടും ദുരന്തബാധിത വാർഡുകളാണ്. ആനുകൂല്യം കൊടുക്കുമ്പോൾ ഈ 3 വാർഡുകൾ കൃത്യമായി കൊടുക്കണം എന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അതിൻ്റെ ശേഷമാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നത്. പിന്നെ വന്ന ജിയോയിൽ വന്ന തീരുമാനപ്രകാരം, സർക്കുലർ വന്ന തീരുമാനപ്രകാരം ഈ വാർഡിൽ ഉരുൾപൊട്ടിയ ഭാഗങ്ങൾക്ക് മാത്രം കൊടുത്താൽ മതി എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ വിഷയം നിരന്തരമായിട്ട് DDM മീറ്റിംഗിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായിരുന്നു. ഞങ്ങൾ അന്നും ഇന്നും പറയുന്നു, ഒന്നില്ലെങ്കിൽ ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ കഷ്ടത്തിലാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഇല്ലെങ്കിൽ ഈ ശക്തമായ മഴയത്ത് വരെ തൊഴിലാളി ജോലിക്ക് വേണ്ട ഒരു അവസ്ഥ വന്നു. വണ്ടിക്കാർക്ക് ജോലി പല കൊണ്ടും ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇവർക്ക് ഈ 3 വാർഡിലുള്ള എല്ലാ ആൾക്കാർക്കും നിത്യവേതനമായ 9,000 രൂപ കൊടുക്കണം. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഇപ്പോഴത്തെ നമുക്കറിയാം, ഈ പുഴയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഉരുൾപൊട്ടലുമായി ഇന്നിപ്പോൾ നമ്മൾ പല മീഡിയാസിലും കണ്ട് ഉരുൾപൊട്ടി എന്നൊക്കെ പറയുന്നത് കേട്ടു. അത് നമ്മളെ ജനങ്ങളൊരു ഭീതിപ്പെടുത്തുന്ന ഒരു മാറ്റമാണ്. നമ്മളെ നാടിന് ഒരു എന്താ ഇവിടെ നിലവിൽ താമസിക്കുന്നവർക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കും. അത് തെറ്റായിട്ടുള്ള ഇതായിരുന്നു. അത് ചില മാധ്യമങ്ങൾ കൊടുത്തിരുന്നു. അങ്ങനെ വന്നപ്പോൾ അത് മാധ്യമങ്ങളൊന്ന് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഏറ്റവും നന്നായിരിക്കും. അത് എന്തിനു വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ഈ നാട്ടിൽ ജനങ്ങൾ ജീവിക്കുന്നുണ്ട്. കുറേ പേര്, എല്ലാവരും മാറിപ്പോയിട്ടില്ലല്ലോ, ഇപ്പോഴും ജീവിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. ഇപ്പോൾ നമുക്കറിയാം, ഈ പുഴയിൽ ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. മഴ വന്ന പുഴകൾ കരകവിഞ്ഞ് ഒഴുകും. ഇപ്പോഴത്തെ കരകവിഞ്ഞ് ഒഴുകുന്നത് എന്താ വെച്ചാൽ ഒന്നുകൂടി കഴിഞ്ഞ പ്രാവശ്യം ഉരുൾപൊട്ടിയപ്പോൾ എല്ലാം അടഞ്ഞെടുക്കണം. ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മളെല്ലാ പുഴകളും കംപ്ലീറ്റ് പൂർണ്ണമായി മാന്തി കഴിഞ്ഞില്ല. ഗവൺമെൻറ് 195 കോടി രൂപ പ്രപ്പോസൽ വെച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ അത് മാന്തി കഴിഞ്ഞില്ല. ഉള്ള ഭാഗങ്ങളൊരു മാന്തിപ്പുണ്ട്. അവിടെ വെള്ളം സുതാര്യമായി ഒഴുകുന്നുണ്ട്. ഈ മാന്താത്ത സ്ഥലങ്ങളിൽ മേലെ ഭാഗങ്ങളോടെ കയറി വരുന്ന ആ ഒരു പ്രോസസ്സാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ വന്നിപ്പോൾ പുഞ്ചിരിമട്ട് നമ്മൾ നോക്കണം, അവിടെ വെള്ളം വളരെ വൈറ്റായി കാണും. വെള്ളമായിട്ട് വരുന്നു. മണ്ണോ കളറോ കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ വരുന്നത് 8-ാം നമ്പർ സൈഡിൽ നിന്നാണ് വരുന്നത്. 8-ാം നമ്പർ സൈഡ് പുഞ്ചിരിമട്ടുമായി 3 കിലോമീറ്റർ ഡിഫറൻസും എയറിൽ 1500 മീറ്റർ എയർ ലൈൻസ് ഇതിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് ഇവിടെ താമസിക്കുന്നവർക്ക് അവർക്ക് യോജ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക. പുഴയും കാര്യങ്ങളും എത്രയും പെട്ടെന്ന് മാത്രം ഒരു സുതാര്യമായി മുന്നോട്ട് പോകണമെന്ന് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും ഇവിടുത്തെ ജനപ്രതിനിധിയാണ് സുകുമാരൻ. ഇന്ന് ചില മാധ്യമങ്ങളിൽ ഉരുൾപൊട്ടൽ എന്നുള്ള രീതിയിൽ വാർത്ത വന്നിരുന്നു. ആ ഉരുൾപൊട്ടൽ ഇല്ലായിരുന്നു, അത് ഉരുൾപൊട്ടലല്ല എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ വെള്ളം കലങ്ങി മറിഞ്ഞൊഴുകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ ഡബ്രി എല്ലാം തന്നെ നീക്കം ചെയ്യുന്ന നടപടിയിലേക്ക് കടന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ വെള്ളം ഇങ്ങനെ ഒഴുകാനുള്ള കാരണം എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്ന കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. തഹസിൽദാരും ഈ ചുമതലയുള്ള അശ്വിനി കുമാർ എന്ന KS ഓഫീസറും ഇവിടെയുണ്ട്. അവരുമായി വിശദമായ രീതിയിൽ തന്നെ ചർച്ച നടക്കുന്നു. നാട്ടുകാർ തങ്ങളുടെ ആകുലതകൾ ഉന്നയിക്കുന്നു. അതിനകത്തൊരു തീർപ്പുണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് ഇപ്പോൾ ചൂരൽമലയിൽ നിന്ന് തത്സമയം ചേർന്ന് വിവരങ്ങൾ നൽകിയത്. അവിടെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. നിലവിൽ അത് ശമിച്ചിട്ടുണ്ട്. മഴ ആ പ്രദേശത്ത് ഇപ്പോഴും തുടരുകയാണ്.